ബ്രോക്കോളി ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന കിടക്കാച്ചി സാലഡിൻ്റെ റെസിപ്പിയുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രോക്കോളി സാലഡ്. ഈ ബ്രോക്കോളി അങ്ങ് പറിച്ചെടുക്കാവേ. ഇത് കറക്റ്റ് മൂപ്പായിട്ട് കേട്ടോ. ഇനി നിർത്തിയെങ്കിലേ ഇത് ഒത്തിരി മൂത്ത് പോകും. അപ്പം ഞാനിത് പറിച്ചെടുക്കുക. കണ്ടോ, ബ്രോക്കോളി ഉണങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ബ്രോക്കോളി കൊണ്ട് ഒരു ബ്രോക്കോളി സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഇന്നത്തേക്ക് നമുക്ക് ലഞ്ചിനുള്ളൊരു സാലഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മളതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ബ്രോക്കോളിയുടെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ നോക്കണം, എന്തെങ്കിലും ഇതൊന്ന് കഴുകുകയും ചെയ്യണം കേട്ടോ. നന്നായിട്ട് കഴുകി, ഇപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണേ. ഒന്നും കൂടെ നമുക്ക് ഇതുപോലെ പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് നോക്കണം, എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്, അതായത് പ്രാണികളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് സ്നെയിൽ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഫ്രഷ് ബ്രോക്കോളിയാണ്, നമ്മൾ പറിച്ചുകൊണ്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഒന്നും വിഷമൊന്നും അടിക്കാത്തതാണ്, നല്ല, അതുകൊണ്ട് വിഷത്തിനെ പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഭാഗം കൂടെ കഴിക്കും കേട്ടോ. ഇത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഈ തണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഭാഗം കൂടെ കഴിക്കുന്ന ആളാണ്. ഇനി അടുത്തായിട്ട് വേണ്ട നമുക്ക് ബേക്കണാണേ. 2 കഷ്ണം ബേക്കൺ, എന്താ സ്ട്രീക്കി ബേക്കൺ ഉണ്ടല്ലോ, ഈ നൂല് പോലെയുള്ള ഈ ബേക്കണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബേക്കൺ ഇഷ്ടമില്ലാത്തവർക്ക് ബേക്കൺ ഇല്ലാതെ ആണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ബേക്കണോ അല്ലെങ്കിൽ ഹാമാണെങ്കിലും ഇടാം. ബേക്കണോ ഹാമോ ഇഷ്ടമില്ലാത്തവർക്ക് അതില്ലാതെ ആണെങ്കിലും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കോളി ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ ഞാൻ കഴുകിയെടുത്തു കേട്ടോ. ഇനി അടുത്തത് വേണ്ടത് നമ്മുടെ ബേക്കൺ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ക്രാൻബെറിയാണേ. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സൺഫ്ലവർ സീഡ്. ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 5 കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ടാണ് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത ഒരു ടേബിൾ സ്പൂണ് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്യാതെ ആണെങ്കിൽ ഇടാം നമുക്ക്. ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇനി നമുക്കതിന് ഡ്രസ്സിങ് ആയിട്ട് ഞാൻ ഇടുന്നത് മയോണൈസാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച മയോണൈസാണിത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ബേക്കൺ നന്നായിട്ട് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ബേക്കൺ ഇല്ലാതെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഒരു ചെറുതായിട്ട് സ്വല്പം ഒരു ഉപ്പിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നാലും മയോണൈസിൻ്റെ ടേസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ, അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ് വരും. ഉപ്പ് വേണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അര ടേബിൾ സ്പൂണും കൂടെ മയോണൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടിരിക്കണം മയോണൈസിൻ്റെ അകത്ത്, എന്നാലേ അതിനൊരു രുചി കൊടുക്കുള്ളേ.
അപ്പോൾ 2 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബ്രൊക്കോളി സാലഡ്, ഫ്രഷ് ബ്രൊക്കോളി സാലഡ് ഇവിടെ റെഡിയാണ്. വളരെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബ്രൊക്കോളി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റ് ആട്ടോ ഈ സാലഡിന്.